പട്ടിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇന്നലെ എന്റെ വൈഫൈ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണവും കഴിച്ചില്ല, പാവം. അല്ല, അത് ഈ ഡോക്ടറെ അടുത്തല്ല കാണിക്കുക, അത് മനുഷ്യന്മാരെ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് പോകണം. അല്ല, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. പാപ്പിക്ക് എന്തെങ്കിലും പറ്റി അവൾ അങ്ങനെ ഭയങ്കര വിഷമം അവൾക്ക്. ശരി, എനിക്ക് എന്തെങ്കിലും പറ്റി ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങളെക്കാട്ട് കാര്യം നായിനെ, നിങ്ങൾക്ക് നായിന്റെ വിലയല്ലേ വീട്ടില്? പട്ടിക്ക് സാധാരണ എന്താണ് മെനു? അവന് കാലത്ത് ഒരു കപ്പ് പാല് കൊടുക്കും. വെരി ഗുഡ്. പിന്നെ ചില ദിവസം ഒരു മുട്ട കൊടുക്കും, അല്ലെങ്കിൽ 2 മുട്ട കൊടുക്കും. മുട്ട കൊടുക്കുന്നു. മുട്ട കൊടുക്കരുത്, മുട്ട കൊളസ്ട്രോൾ അല്ലേ. മുട്ടന്റെ മഞ്ഞക്കരു തീരെ കൊടുക്കരുത്. അത് മനുഷ്യന്മാരെ പോലെ തന്നെയാ, കൊളസ്ട്രോൾ വരും. 2 ലാബ് ഉണ്ട്. 2 ലാബ് ഉണ്ട്. എവിടൊക്കെ? അതല്ല, ലാബ്രഡോർ. പട്ടി അവർക്ക് നമുക്ക് ഈ മഞ്ഞക്കരു കൊടുക്കാമല്ലോ അല്ലേ? അത് കൊടുക്കാം. പിന്നെ ഒരു 10 മണിക്ക് 1 കിലോ മട്ടൻ കൊടുക്കും. അയ്യോ, മട്ടനൊന്നും അത്ര കൊടുക്കരുത്. അതെയല്ലേ. 4 മണിക്ക് അവനെ പാലിലെ കോറ കുറുക്കി കൊടുക്കും. അത് കുഴപ്പമില്ലല്ലോ. കോറ കൊടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ കൂടെ കുറച്ച് മുതിര കൂടെ കൊടുക്കണം. അല്ല, ഈ കുതിരക്കല്ലേ കൊടുക്കും? ആ പട്ടിക്ക് കൊടുക്കാൻ നായ്ക്ക് കുതിരന്റെ ശക്തി ഇട്ടു. മുതിര കൊടുത്താലേ. അപ്പൊ ഭക്ഷണം കൂടുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. ഭക്ഷണം കൂടുന്നതാണ് പറയണം. മീറ്റിന്റെ അളവ് വളരെ കൂടിപ്പോയി. രാത്രി കഞ്ഞി കൊടുക്കും. അപ്പൊ തൊട്ട് നക്കാനൊന്നും കൊടുക്കൂല. ചിക്കൻ കറി ഉണ്ടാവും, അല്ലെങ്കിൽ ബീഫ് ഉണ്ടാവും. ഇത് കഞ്ഞിയിൽ നമ്മളിങ്ങനെ കലക്കി കൊടുക്കും. അതിന് ഈ പറയുന്ന പോലെ മീറ്റിന്റെ അളവ് വല്ലാതെ കൂടരുത് സാർ, അത് നോക്കണം. അല്ല, അവന് രാത്രി വയറ് നിറഞ്ഞില്ലെങ്കിൽ ഉറങ്ങാൻ സമ്മതിക്കില്ല, കുരച്ചുകൊണ്ടേയിരിക്കും. ഭക്ഷണം കൂടിയാലും കുറയ്ക്കും, അസ്വസ്ഥത കൂടും. അതെല്ലേ. പിന്നെ ഡോക്ടറെ, അവന്റെ രോമം കൊഴിയുന്നുണ്ട്. എത്ര വയസ്സായി? 3 വയസ്സായി കാണും. 3 വയസ്സായ രോമം കൊഴിയും. 3 വയസ്സായിട്ട് നായ്ക്കളൊക്കെ രോമം ഇല്ലാണ്ടാണോ? അതിനൊരു കുഴപ്പമില്ല. ബോട്ടിൽ കൊടുത്തേക്കല്ലേ. പിന്നെ ഇത് ബലാകുളിച്ചാതി എണ്ണ. ഇത് ലേശം കയ്യിലെടുത്തിട്ട് പട്ടിയുടെ മൊത്തം ഇങ്ങനെ തടവി കൊടുക്കുക. വളർന്നോളൂ, നന്നായിട്ട് വളർന്നോളൂ. വയറുവേദന ഉണ്ടോ തോന്നുന്നു, ഈ വിരശല്യം. അതിനുള്ള ഗുളികയുണ്ടോ? എല്ലാം തരാം. പിന്നെ ഡോക്ടറെ, അവനെ AC-യിൽ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? AC-യിൽ കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അല്ല, അവന്റെ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. പിന്നെ ഈ ശബ്ദത്തിനൊക്കെ ഒരു മാറ്റം. ഒരു കാര്യം ചെയ്യാം, കുറച്ചു കാലം AC കിടക്കട്ടെ, പുറത്തേക്ക് വിടണ്ട. പുറത്ത് ഈ അലവലാതി പട്ടികളുമായിട്ട് കൂട്ടുകൂടുന്ന അത്ര നന്നല്ല. കുട്ടികളായാലും പട്ടികളായാലും കൂട്ടാണ് പ്രശ്നം. അതെ അതെ, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ. ഒറ്റ പുറത്തും പോവില്ല, പുറത്തുനിന്ന് അകത്തും വരില്ല. നിങ്ങൾ മാത്രം. അപ്പോൾ ഒരു കാര്യം ചെയ്യും സാർ, ഇത് പട്ടിക്ക് ദഹനത്തിനുള്ളതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ദഹനക്കേട് വരുമ്പോ കൊടുത്തേക്കും. അതെ, പാലിൽ കലക്കി കൊടുക്കണം. പിന്നെ ഇത് മറ്റേ രോമം കൊഴിയുന്നതിനും കൂടെ ഉള്ളതാണ്. അത് ശരി. ഇത് പുരട്ടും വേണം, ഇത് കൊടുക്കും. കുഴപ്പമില്ല. ഇതും കൂടെ ഇരുന്നോട്ടെ, ഇനി എപ്പോഴും വേണമെങ്കിൽ സാറിന് കൊടുക്കാൻ. വേറെ ഇത് ഒന്നുകൂടെ പുഷ്ടി കൂടാൻ. അല്ല, വേണം. അവന് ഒരു ഉഷാർ കുറവുണ്ട്. രക്തക്കമ്മിക്കുള്ളതാ. ഇത് രക്തം ഉണ്ടാവും സാറേ. രക്തം ഉണ്ടായിക്കോട്ടെ. അത് കഴിവതും പശുവും പാലിൽ തന്നെ കൊടുക്കണോ? ഈ കവർ പാലിൽ കൊടുക്കരുത്. ഇല്ല, കവർ പാലില്ല. 4 സ്ഥലത്തു നിന്നാണ് പാല് കൊണ്ടുവരുന്നത്. കവർ പാൽ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇനിയിപ്പോ അഥവാ ഞാൻ ഉപയോഗിച്ചാലും ആപ്പിക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല. വൈഫ് സമ്മതിക്കില്ല. അപ്പൊ എത്ര നമ്മുടെ ബില്ല്? എത്ര ബില്ല്? ഇപ്പൊ സാറിനോട് എന്താ ബില്ല് പറയുന്നത്? ശരി, ഒരു മിനിറ്റ്. ആയിക്കോട്ടെ. ഒരു 500 രൂപ ചോദിക്കേനി. നിക്ക്, ആദ്യം തരുന്നത് എന്താന്ന് നോക്കാം. ആദ്യം അങ്ങോട്ട് 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിരിക്കട്ടെ, ഓരൊക്കെ പറഞ്ഞാ മതി. മോനെന്തെങ്കിലും ഗൾഫിൽ നിന്ന് വന്നിരുന്നു, അപ്പൊ ഒരു സ്കോച്ച്. ഞാൻ ഈ ആഴ്ച ബോംബെക്ക് പോകും. പിന്നെ ഒരു മാസം കഴിഞ്ഞേ വരും. എന്റെ പാപ്പിക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഫോൺ ചെയ്താൽ ഉടനെ വരണം. ഉടനെ എത്തും. ഞങ്ങൾ വരും. ഓക്കെ, നിങ്ങൾ വിശേഷിച്ചാണ് ഞാൻ പോണത്. എന്നാ പിന്നെ സാർ ഞങ്ങൾ അങ്ങോട്ട്. സന്തോഷം. ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ആരുണ്ടെങ്കിൽ എന്റെ കാര്യത്തിന് വരുമെന്ന് എനിക്ക് നന്നായിട്ട്. പിന്നെ 2 ഡോബർമാനെ കൊണ്ടുവരുന്നുണ്ട് അടുത്ത മാസം. ശരി. എന്ത് തങ്കപ്പെട്ട മനുഷ്യരാ ഇവരൊക്കെ ഉണ്ടെങ്കിൽ 4 എണ്ണത്തിന് 8 എണ്ണത്തിന് വളർത്തിക്കൂടെ? പാപ്പി.